എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇലക്കറികൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ പലതരം ഇലക്കറികൾ ഉപയോഗിക്കും. പണ്ട് കാലത്ത് എല്ലാ ദിവസവും നമ്മുടെ പൂർവികർ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം നമ്മളുണ്ടല്ലോ വല്ലപ്പോഴും ഒരു ചീരക്കറി വെക്കും, അല്ലെങ്കിൽ എപ്പോഴും ക്യാബേജ്, ഈ കടയിൽ കിട്ടുന്ന വിഷമടിച്ച ക്യാബേജാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ചീരയൊക്കെ നട്ടു വളർത്താനൊക്കെ എല്ലാവർക്കും വലിയ പ്രയാസമാണ്. അപ്പം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇലക്കറികളെന്ന് വെച്ചാൽ നമ്മൾ പൊന്നാങ്കണ്ണിച്ചീര, പൊന്നാരി വീരൻ, തകര, തഴുതാമ, ഇതൊക്കെ യഥേഷ്ടം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കറികളാക്കിയിരുന്നു. അതുപോലെ തന്നെ ചേമ്പന്താൾ, മുരിങ്ങയില, ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കെയറും കൊടുക്കാതെ വളർത്താവുന്ന ഒരു ഇലക്കറി, പൊന്നാരി വീരൻ. അപ്പോൾ ഈ പൊന്നാരി വീരൻ 10 ഇലക്കറികളിൽ ഒരു ഘടകമാണ്. പൊന്നാരി വീരൻ ചെടിയെപ്പറ്റി ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ പൊന്നാരി വീരൻ ചെടിയെന്ന് വെച്ചാൽ വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരെണ്ണമാണ്. അതുപോലെ തന്നെ തകരയും, രണ്ടും ഒരേ ഫാമിലിയിൽപ്പെട്ടതാണ്, ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതുമാണ്. 1.5 മീറ്റർ പൊക്കമുള്ളൊരു ചെടിയായത്. നമുക്കുണ്ടല്ലോ വേണമെങ്കിൽ അത് നമ്മുടെ ഗാർഡനിലും നട്ടു വളർത്താം. അത്രയ്ക്കും നല്ല ഭംഗിയത്. ഈ ചെടി നട്ടു വളർത്തിയാൽ നമുക്ക് 2 ഗുണം. നമുക്ക് കറി വെക്കാം, അതിൻ്റെ ഇല, പൂവ്, കായ്കൾ, ഇളം കായ്കളൊക്കെ കറി വെക്കാം. കട്ടിയുള്ള ഇലകൾ, അതായത് മൂത്ത ഇലകൾ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ പ്രത്യേകത എന്തുവാ? ഇതിനകത്ത് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതും കൊണ്ട് വളവും ഉണ്ടാക്കാം. ഈ മൂത്ത ഇലകൾ കൊണ്ട് നമുക്ക് വളവും ഉണ്ടാക്കാം, ഇളം ഇലകൾ നമുക്ക് തോരൻ വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ തോരൻ വെക്കാനായിട്ട് പൂക്കളും ഇലകളും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പോൾ സ്ലറി ഉണ്ടാക്കുമ്പം പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ പച്ചിലയൊക്കെ ചേർത്ത് സ്ലറി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പച്ചില കിട്ടാൻ നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ ഇതുപോലെ 2-3 പൊന്നാരി വീരൻ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൂത്തലകൾ കൃഷിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഉപയോഗിക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ പൊന്നാരി വീരൻ്റെ കായ്കളുണ്ടല്ലോ, അധികം മൂക്കാത്ത കായ്കൾ ഉണക്കി പൊടിച്ച് വെക്കും അവർ. എന്തിനാണെന്നറിയാമോ? കാപ്പി ഉണ്ടാക്കാൻ. പിന്നെ നമ്മുടെ കേരളത്തിലെ ആദിവാസി വർഗ്ഗങ്ങളിലുള്ളവർ ഇതിൻ്റെ കുരു, മൂത്ത കുരു ഉണക്കി പൊടിച്ചിട്ട് അവരിതുപോലെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കും. ഇതിൻ്റെ ഇല, കായ, പൂവ്, ഇതിലെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ ഒരു ഇലക്കറി ധാരാളം മതിയാകും. ഇനി ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാം. വിശപ്പ് വർദ്ധിപ്പിക്കാൻ, മൂത്രതടസ്സം മാറാൻ, ത്വക്ക് രോഗങ്ങളെ ചെറുക്കാൻ, ചുമ മാറാൻ, ഇതിനെല്ലാം ഈ പൊന്നാരി വീരൻ അത്യുത്തമമാണ്. ഇനി നമുക്ക് കുറച്ച് ഇളം ഇലകളും പൂവും പറിച്ചെടുക്കാം. അപ്പോൾ ഇത് തോരൻ വെക്കാൻ അതീവ രുചികരമാണ്. അപ്പോൾ ഈ മുകളിലുള്ള ഇലകളാണ് പറിച്ചെടുക്കേണ്ടത്. നല്ല ഭംഗിയില്ലേ ഈ ചെടി കാണാനായിട്ട്? ഈ പൂക്കൾ തോരൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി ഇട്ട് തോരൻ വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ മൊട്ടുകളാണ്. അപ്പം ഞാനിപ്പം ജസ്റ്റ് പൂക്കൾ മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ മൊട്ടുകളും ഉണ്ട്. കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടോ? ഇപ്പം സന്ധ്യയാവുമ്പം ഇതങ്ങ് ക്ലോസ് ആവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാവിലെ വിരിയുന്നത്. ഇപ്പോൾ കൊന്നപ്പൂവിൻ്റെ അതേ ഷേപ്പിൽ തന്നെയുള്ള പൂക്കളാണ്. ഇതേ കണ്ടോ? അപ്പം അതുപോലെ തന്നെ ഇത് ഇളം ഇലകളാണല്ലോ. ഈ ഇളം ഇലകൾ തോരൻ വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ മൂത്തിലകളുണ്ടല്ലോ, ഈ മൂത്തിലകൾ നമുക്കുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനും അതുപോലെ തന്നെ സ്ലറി ഉണ്ടാക്കാനും ഏറ്റവും നല്ലതാണ്. മൂത്തലകൾ തോരൻ വെച്ചാൽ വലിയ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ ഇല നമുക്ക് പറിച്ചെടുക്കാം, കാരണം എനിക്ക് കുറേ ഗ്രോ ബാഗ് നിറയ്ക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നട്ട് വളർത്തിയാൽ നമുക്ക് കറിയും വെക്കാം, അതുപോലെ തന്നെ കൃഷിക്ക് ഈ ഇലകൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നൈട്രജൻ ധാരാളമുണ്ട്. നൈട്രജൻ നമ്മുടെ കൃഷിക്ക് വളരെ ആവശ്യമാണ്, നമ്മുടെ ചെടികൾക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നട്ട് വളർത്തിയാൽ 2-3 ഗുണങ്ങളുണ്ട്.
അപ്പം നിങ്ങളെല്ലാവരും പൊന്നാരി വീടിൻ്റെ വിത്തുകൾ എൻ്റെ ചാനലിൽ നിന്ന് വാങ്ങിക്കണം. തകരയുടെ വിത്തുകളും ഉണ്ട്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് നടാമല്ലോ. അതുതന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതുപോലുള്ള നാച്ചുറലായിട്ട് കിട്ടുന്ന ചെടികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും വളർത്തണം. കാരണം ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വിലയും അല്ലാതെ വിഷമടിച്ച പച്ചക്കറിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറി ചെടികൾ നട്ട് വളർത്തുന്നത് വളരെയേറെ നമുക്ക് ഗുണം ചെയ്യും, ആരോഗ്യത്തിന് ഗുണം ചെയ്യും. കാരണം പണ്ട് കാലത്തുള്ള മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അവർക്കൊക്കെ നല്ല ആരോഗ്യമായിരുന്നു. കാരണം അവരിതുപോലെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഇലക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ ഈ നാച്ചുറൽ ചീരകളെയൊക്കെ നമ്മൾ അവഗണിക്കാതെ, നമ്മൾ ഈ ശീമ പച്ചക്കറികളുടെ പുറകെ പോകാതെ നമ്മൾ ഇങ്ങനെയുള്ള പച്ചക്കറി ഇനങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ നട്ട് വളർത്തണം. അപ്പം ഇനി നിങ്ങൾക്ക് വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ 7907787439 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.